മുണ്ടക്കൈ ചൂരൽമല ഈ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഇതിൽ സ്ഥിതി ഏറ്റവും ഭയാനകം മുണ്ടക്കൈ മേഖലയിലാണ്. ചൂരൽമലയിൽ നിലവിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുവെങ്കിൽ പോലും ഇവിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ആഴവും അതിതീവ്രമാണ്. മുണ്ടക്കൈ മേഖലയിലാകട്ടെ എന്താണ് സംഭവിച്ചതെന്നോ എത്രത്തോളം ദുരന്താഴമുണ്ടെന്നോ ഇപ്പോഴും വ്യക്തമല്ലതാനും. മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ഏതാണ്ട് 2.3 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ മേഖലയെ കണക്ട് ചെയ്യുന്നത് ഒരു പാലമാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള ഏക ഗതാഗത മാർഗമാണ് ഈ പാലം. ഈ പാലമാണ് ഇപ്പോൾ ഈ കുത്തൊലിച്ചലിലും ഒപ്പം തന്നെ മണ്ണിടിച്ചലിലും തകർന്ന തരിപ്പണമായത്. ഈ പാലം ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. ഈ ഗൂഗിൾ മാപ്പിൽ കാണുന്നത് പോലെയല്ല. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ ഈ ചൂരൽമല പട്ടണത്തിൽ ആകെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ ചൂരൽമല പട്ടണത്തോട് ചേർന്നുള്ള ഈ അരുവിയോട് ചേർന്നുള്ള ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്കൂളും GVHS സ്കൂളും മലവെള്ളപ്പാച്ചിലിൽ അപ്പാടെ തകർന്നിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പോയിക്കണതാക്കണ്. ഇത് മൊത്തം എല്ലാം പോയി. സ്കൂളിന്റെ തീ കൂടെയാണ് വെള്ളം വരുന്നത്. ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ആദ്യം മലവെള്ളം ഇരച്ചു പോയത് സൂചിപ്പാറ മേഖലയിലേക്കാണ്. ഇതിന് നടുവിലാണ് ചൂരൽമലയുള്ളത്. ഈ സൂചിപ്പാറ മേഖലയിൽ നിന്ന് തുടർന്ന് ഈ മലവെള്ളം ഇരച്ചെത്തിയത് ഈ ചാലിയാർ പുഴയിലേക്കാണ്. ഇവിടെ ചാലിയാർ നേരെ ചെന്ന് പോത്തുകൽ മേഖലയിലാണ്. പോത്തുകൽ മലപ്പുറം ജില്ലയിലെ പ്രദേശമാണ്. ഈ മേഖലയിൽ നിന്നാണ്, പോത്തുകൽ പ്രദേശങ്ങളിലായി നിന്നാണ് ഏതാണ്ട് 20ഓളം മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയത്. ഇവിടെ എത്താൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏതാണ്ട് 1-2 മണിക്കൂറുകൾക്ക് തന്നെ ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഈ പോത്തുകൽ മേഖലയിൽ ഒലിച്ചെത്തി എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ അതിതീവ്രത വ്യക്തമാക്കുന്നത്.